ഹായ്, എൻ്റെ പേര് നൈഫ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഒരു കണ്ടൻറ്റാണ്, ഒരു കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത്. ശരിക്കും നമ്മൾ ട്രേഡിങ്ങിന് എങ്ങനെയാണ് നമ്മുടെ ഒരു അപ്രോച്ച്, നമ്മൾ ട്രേഡിങ് പഠിക്കാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ നമ്മുടെ അപ്രോച്ച് ഏത് രീതിയിലായിരിക്കണം ട്രേഡിങ്ങിനെ സമീപിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ പറയുന്നത്. അതുപോലെ ഞാൻ പറയുന്ന വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഒരു സക്സസ്ഫുൾ ട്രേഡർ അല്ലെങ്കിൽ ഒരു നല്ല ട്രേഡർ, ഡിസിപ്ലിൻ ട്രേഡറുടെ മൈൻഡ് സെറ്റ് എന്തായിരിക്കണം, എന്നാൽ നമുക്ക് യഥാർത്ഥത്തിലുള്ളത് എന്താണ്, അത് എന്താണ് കറക്റ്റായിട്ടുള്ളൊരു മൈൻഡ് സെറ്റ്, എങ്ങനെയുള്ള ഒരാളാണ് ശരിക്കും ഒരു പ്രോഫിറ്റബിളായി മാറുക, ആ ഒരു കാര്യമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോഷ്യൽ മീഡിയകളിൽ നിന്ന് കിട്ടുന്ന അറിവുകളും മറ്റുള്ള പല പ്ലാറ്റ്ഫോമിൽ നിന്ന് കിട്ടുന്ന അറിവുകളും നമുക്ക് ട്രേഡിങ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാർഗം എന്നുള്ളൊരു തെറ്റിദ്ധാരണ തരുന്നുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ പഠിക്കുന്നത് ഏത് രീതിയിലായിരിക്കണം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ എന്തുകൊണ്ടാണ് അങ്ങനെ നമുക്ക് കാണാൻ കഴിയുന്നത്, നമ്മുടെ ആ ഒരു ചിന്ത എന്തുകൊണ്ടാണ് വരുന്നത് ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ഡോക്ടറെ അടുത്ത്, ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ്, കറക്റ്റ് ഇത് പറഞ്ഞ കാര്യങ്ങൾ കുറേ കൂടെ ക്ലിയർ ആകും. ഒരു ഡോക്ടർ ചിലപ്പോൾ ഒരു 5 വർഷം പഠിച്ചതിന് ശേഷമായിരിക്കും അവർ ഡോക്ടർ ആവുന്നത്. 5 വർഷം പഠിച്ചതിന് ശേഷം ചിലപ്പം 2 വർഷം അയാൾ പ്രാക്ടീസ് ചെയ്ത്, അല്ലെങ്കിൽ 3-4 വർഷം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലപ്പോഴും കാണാം ആ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് ആളുകൾ ക്യൂ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ചിന്തിക്കുന്ന ആളുകൾ പറയും, അയാൾക്ക് ഭയങ്കര ക്ലൈൻ്റാണ്, നല്ല പൈസ ഉണ്ടാക്കുന്നുണ്ടല്ലേ അദ്ദേഹം എന്ന് പറഞ്ഞിട്ട് നമ്മൾ നാളെ നേരെ പോയിട്ട് ഒരു കൺസൾട്ടിങ്, ഒരു ഓഫീസ്, ഒരു ബിൽഡിംഗ് ഒക്കെ ഇട്ട് അതിൽ പോയി കൺസൾട്ടേഷൻ നമ്മുടെ പേരിൽ തുടങ്ങിയ ആൾ വരുമോ? ഇല്ല. കാരണം അയാൾ ഇത്രയും കാലം പഠിച്ചിട്ട് അയാളുടെ എക്സ്പീരിയൻസിലൂടെ ആളുകളെ, പേഷ്യൻസിനെ ചികിത്സിച്ച് ആളുകൾക്ക് തോന്നുകയാണ് അയാൾ നന്നായിട്ട് നല്ല ഡോക്ടറാണ്, രോഗം മാറുന്നുണ്ട്, അല്ലെങ്കിൽ പല കാരണങ്ങൾ കൊണ്ടും ആളുകൾ അയാളുടെ അടുത്ത് എത്തുന്നത് എന്താണെന്ന് വെച്ചാൽ, അയാൾ ഇത്രയും കാലം അതിന് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ഇത്രയും എഫേർട്ട് നമ്മൾ കാണാതെ അയാൾക്ക് പൈസ കിട്ടുന്നുണ്ടല്ലോ എന്ന് കരുതിയിട്ട് നാളെ നമ്മൾ ഇറങ്ങിയ പൈസ കിട്ടുമോ? നമുക്കങ്ങനെ ഒരാളെ ചികിത്സിക്കാൻ പറ്റുമോ? അതേ സംഭവം തന്നെയാണ് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ. കാരണം പലരും എന്താ പറയുക, പ്രോഫിറ്റ് കിട്ടുന്ന വീഡിയോസ് ഇടുമ്പോഴോ, അല്ലെങ്കിൽ അയാൾ 1 ലക്ഷം ഉണ്ടാക്കി 2 ലക്ഷം ഉണ്ടാക്കി എന്ന് പറയുമ്പോഴോ നമ്മൾ നേരെ പോയിട്ട് നാളെ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ട്രേഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് നഷ്ടം വരും അല്ലേ? അപ്പം നമ്മൾ പറയും ഇത് തട്ടിപ്പാണ് അല്ലെങ്കിൽ പ്രശ്നങ്ങളാണ് എന്നൊക്കെ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ ഈ ടൈം ഇതിന് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? അറ്റ്ലീസ്റ്റ് ഡോക്ടറെ പോലെ ഒരു 5-7 വർഷം ഒന്നും വേണ്ട, ഒരു അറ്റ്ലീസ്റ്റ് 2 വർഷമോ അല്ലെങ്കിൽ 1 വർഷമോ നമ്മൾ പൂർണ്ണമായിട്ട് ഇതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് ആലോചിക്കേണ്ട വിഷയമാണ്. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒക്കെ ചെയ്ത് കഴിഞ്ഞവർ, ഈ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ, ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഇതിൻ്റെ ഒരു ഡോക്ടറെ പോലെ ഇത്രയും കാലം ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് അങ്ങനെ ഭയങ്കര ബുദ്ധിപരമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമൊന്നുമല്ല. ശരിക്കും ഈ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സാണ്. നമ്മുടെ ഇമോഷൻസിനെ കുറച്ചിട്ട്, നമ്മുടെ മനസ്സിൻ്റെ ഇമോഷൻസിനെ കുറച്ചിട്ട് പണം നഷ്ടപ്പെടുന്നതും കിട്ടുന്നതും ഉണ്ടാകുമ്പോൾ നമുക്ക് പലപ്പോഴും ഹൈലി ഇമോഷണൽ ആയിരിക്കും. ആ ഇമോഷൻസിനെ ഒരു പരിധി വരെ കുറച്ചിട്ട് മൈൻഡിനെ ഒരു മെക്കാനിക്കൽ സ്റ്റേജിലേക്ക് എത്തിച്ചിട്ട് എന്താ പറയുക, ഡിസിപ്ലിനോട് കൂടി ഒരു പ്രോസസ്സ് ഫോളോ ചെയ്യുന്ന ആളാണ് ശരിക്കും ട്രേഡർ. ആ ഒരു പ്രോസസ്സ്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് അറ്റ്ലീസ്റ്റ് 1-2 കൊല്ലം നമ്മൾ ഇതിന് ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞത്. ആ സമയത്ത് നമുക്ക് പേപ്പർ ട്രേഡ് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെ അധികം പൈസ കളയാത്ത രീതിയിൽ ചെയ്ത് പഠിക്കാനാണ് ആദ്യം ശ്രമിക്കേണ്ടത്. ഇപ്പോൾ ഇതിന് വേറൊരു പോയിന്റ് എന്താ വെച്ചാൽ, നമുക്ക് ഭയങ്കര ഹൈലി ഐക്യോ എന്ന കാര്യങ്ങളൊന്നും ട്രേഡിങ്ങിന് വേണ്ട. ട്രേഡിങ്ങിന് ഒരുപാട് കാണാൻ പഠിക്കാനോ അല്ലെങ്കിൽ ഒരുപാട് ചാർട്ട് പഠിച്ച് മറ്റേത് പഠിച്ച് അതല്ല ശരിക്കും ട്രേഡിങ്ങിന് വേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ട്രേഡിങ്ങിന് വേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ ഒരു പ്രോസസ്സാണ്. ഭയങ്കര ഹൈലി ബുദ്ധിയുള്ള ആളുകളോ അല്ലെങ്കിൽ ഒരു ശാസ്ത്രജ്ഞനോ ട്രേഡിങ്ങിൽ വിജയിക്കാൻ പറ്റണമെന്നില്ല. ഈ പറഞ്ഞ കാര്യങ്ങൾ ഈ കാലങ്ങൾ കൊണ്ട് എന്താ പറയുക, മാനസിക കൺട്രോൾ വരുത്തുന്ന കാര്യത്തിലും ഡിസിപ്ലിൻഡ് ആവുന്ന കാര്യത്തിലും ആ ഒരു പ്രോസസ്സിനെ ഒരു മെക്കാനിക്കൽ സ്റ്റേജ് ഓഫ് മൈൻഡിലൂടെ ചെയ്തിട്ട് ആ ഒരു പ്രോസസ്സിനെ ഫോളോ കഴിയുന്ന ആളുകളാണ് ശരിക്കും എന്താ പറയുക ട്രേഡിങ്ങിൽ സക്സസ് ആവുകയുള്ളൂ. ഇപ്പോൾ ഈ പറഞ്ഞ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾ എന്താ പറയുക അതിന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഏരിയ നിങ്ങൾ പഠിക്കേണ്ട രീതിയിൽ ഇത്തരത്തിലുള്ള രീതിയാണ്. അല്ലാതെ നമ്മൾ എവിടെയെങ്കിലും ഒരു കണ്ടിട്ട് നാളെ വന്നിട്ട് ട്രേഡിങ് ചെയ്യുമ്പോഴാണ് എല്ലാവർക്കും ഈ പ്രശ്നം വരുന്നത്, ഇത്രയും ആളുകൾ ലോസ് വരുത്തുന്നത്. ഭയങ്കര ബുദ്ധി, ഞാൻ പറഞ്ഞ പോലെ അത്രയൊന്നും വേണ്ടതിന്. ഇതിൻ്റെ ആ ഒരു പ്രോസസ്സ് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. നല്ലൊരു സിസ്റ്റം നിങ്ങൾ ഉണ്ടാക്കിയിട്ട് അത് വർക്ക് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ ഫോളോ ചെയ്യുക. ആ ഒരു പ്രോസസ്സ്, എവിടെയാണ് സ്റ്റോപ്പ് ലോസ്, എവിടെയാണ് ടാർഗറ്റ്, എല്ലാം എനിക്ക് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ, കറക്റ്റ് ടൈമിൽ എനിക്ക് ഞാൻ വിചാരിച്ച സമയത്ത് എൻട്രി എടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ 1-2 നഷ്ടം വരുമ്പോൾ വീണ്ടും ട്രേഡ് ചെയ്യുന്നുണ്ടോ, ഞാൻ പ്ലാൻ ചെയ്ത എന്താണോ പ്രീ മാർക്കറ്റിൽ അതന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ. ഒരു കൊല്ലമൊക്കെ നമുക്ക് അതേപോലെ
ഫോളോ ചെയ്യാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ റിയൽ മണിയൊക്കെ ഇട്ടിട്ട് ട്രേഡ് ചെയ്താൽ പിന്നെ പ്രോഫിറ്റബിൾ ആവും എന്നുള്ളതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ട്രേഡിങ്ങിൽ നമ്മുടെ മൈൻഡ് സെറ്റ് ഏത് രീതിയിലായിരിക്കണം, ട്രേഡിങ്ങിൽ വിജയവും പരാജയം വരുമ്പോൾ നമ്മൾ എത്തരത്തിലാണ് ചിന്തിക്കേണ്ടത്, യഥാർത്ഥത്തിൽ നല്ലൊരു ട്രേഡേഴ്സ് എങ്ങനെയാണ് ചിന്തിക്കുന്നതിനെ കുറിച്ച് ഞാൻ പറയാം. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു റിയൽ ട്രേഡ് ചെയ്യുകയാണ്. ഒരു റിയൽ ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നഷ്ടം ആണ് ആദ്യം വരുന്നതെങ്കിൽ, ഇപ്പോൾ നമ്മൾ ട്രേഡ് എടുത്തു, നഷ്ടത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന കാര്യം എന്താ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്? അതായത് നഷ്ടത്തിൽ പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ വരിക പ്രതീക്ഷയാണ്. അതായത് ഈ ട്രേഡ് നഷ്ടമാണ്, ഇപ്പം കുറച്ച് കഴിഞ്ഞാൽ കയറിക്കോളും എന്നുള്ളൊരു പ്രതീക്ഷയും കോൺഫിഡൻസും പലപ്പോഴും വരും നമുക്ക്. ആ ഒരു ചിന്ത എന്തുകൊണ്ടാണ് വരുന്നത് നിങ്ങൾക്കറിയാം. അതായത് നമ്മുടെ ഒരു മനുഷ്യൻ്റെ ഹ്യൂമൻ സൈക്കോളജി, ഹ്യൂമൻ തിങ്കിങ്ങിലൊക്കെ ഉള്ള ഒരു സംഭവം തന്നെയാണിത്. അതായത് നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനം അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ഒരു ചിന്ത ദ ബെസ്റ്റ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടി നമ്മുടെ മനസ്സ് എപ്പോഴും ചെയ്തു കൂട്ടുന്ന ചില കാര്യങ്ങൾ. അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ പലപ്പോഴും മമ്മൂട്ടി, മോഹൻലാൽ ഫാൻസൊക്കെ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പം മമ്മൂക്കൻ്റെ ബെസ്റ്റ് ആക്ടിങ് അതാണ്, അല്ലെങ്കിൽ മമ്മൂക്കയാണ് ബെസ്റ്റ് ആക്ടർ, അല്ലെങ്കിൽ പുള്ളി അവിടെ ചെയ്തത് ഇങ്ങനെ കണ്ടോ, പുള്ളി ഹെവി ആണ് ആ ഒരു റോൾ ചെയ്യാൻ, വേറെ ആരും ചെയ്യാൻ പറ്റില്ല എന്ന് അവർ പറയും. ഇതുപോലെ തന്നെ മോഹൻലാലിൻ്റെ ഫാൻസുകളും പറയും, മോഹൻലാൽ ഫാൻസ് പറയും മോഹൻലാൽ ഇന്ത്യയിലെ ബെസ്റ്റ് നടനാണ്, അദ്ദേഹത്തിന് അത്രയും കഴിവുകൾ. അങ്ങനെ ഇവർ രണ്ടുപേരും ഇതിനു വേണ്ടി ന്യായീകരിക്കും. കാരണം ഒരു മമ്മൂട്ടി ഫാൻ്റെ മനസ്സിൽ മമ്മൂട്ടിയാണ് ബെസ്റ്റ് എന്നുള്ളത് കൊണ്ട് അദ്ദേഹം അതിനെ ന്യായീകരിക്കാനുള്ളൊരു ടെൻഡൻസി, ആ ഒരു ടെൻഡൻസി പോലെ തന്നെയാണ് ട്രേഡിങ്ങിൽ ഞാൻ എടുത്തൊരു സ്ട്രാറ്റജി അത് തെറ്റാറില്ല, അത് ശരിയാകും എന്നുള്ളൊരു പ്രതീക്ഷ നമുക്ക് തരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമുക്ക് ലോസ് വന്നാൽ നമുക്ക് ആ ഒരു പ്രതീക്ഷ വരുന്നത് ഈ ഒരു മൈൻഡ് സെറ്റ് എല്ലാ മനുഷ്യർക്കുള്ള പോലെ നമുക്കുള്ളത് കൊണ്ട് തന്നെയാണ്. ഇനി ട്രേഡിങ്, നമ്മൾ എടുത്ത ട്രേഡ് ഇപ്പോൾ പ്രോഫിറ്റിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ ആദ്യം എന്താ വരിക? പ്രോഫിറ്റ് കാണിക്കാൻ 500, 1000 പ്രോഫിറ്റ് കാണിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്ന കാര്യം സത്യം പറഞ്ഞാൽ നമുക്ക് പേടിയാണ് വരിക. പേടിയെന്ന് വെച്ചാൽ ഈ കിട്ടിയ 500 പോവോ 1000 പോവോ എന്നുള്ളൊരു പേടി നമുക്ക് വരിക ചെയ്യാം. ശരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. പിന്നെ യഥാർത്ഥത്തിൽ നമുക്കൊരു പൈസ കിട്ടുന്ന സമയത്ത് ഒരു ധൈര്യവും ഒരു കോൺഫിഡൻസും വേണം. പൈസ പോകുമ്പോൾ പേടിയാണ് വേണ്ടത്, അല്ലേ? നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് തന്നെ നിങ്ങളൊന്ന് സ്വയം ചിന്തിച്ച് നോക്കും. നിങ്ങൾ ട്രേഡിങ്ങിൽ നഷ്ടം വരുമ്പോൾ നിങ്ങൾക്ക് പേടിയാണോ പ്രതീക്ഷയാണോ കൂടുതൽ, അല്ലെങ്കിൽ ലാഭം വരുമ്പോഴാണോ പേടി? എവിടെയാണ് ഈ പറഞ്ഞ സംഭവങ്ങൾ വരുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ട്രേഡിൽ നമ്മൾ ഇരിക്കുന്ന സമയത്ത്, അതിൽ ലാഭം കാണിക്കുന്ന സമയത്ത് നമുക്ക് കോൺഫിഡൻസ്, പ്രതീക്ഷയാണ് വേണ്ടത്. അത്തരത്തിലേക്ക് നമ്മുടെ മനസ്സിനെ മാറ്റാൻ നമുക്ക് കഴിയണം. അതുപോലെ തന്നെ ഒരു ട്രേഡിൽ നഷ്ടം വരുന്ന സമയത്ത് നമുക്ക് പേടിയാണ് വേണ്ടത്. നഷ്ടം വരുന്ന സമയത്ത് പേടിച്ചിട്ട് ഇന്ന പോയിന്റ് എത്തുമ്പോൾ പെട്ടെന്ന് കട്ട് ചെയ്യാനുള്ള ഒരു സ്കില്ലും ആണ് വേണ്ടത്. അങ്ങനെയാണ് ശരിക്കും വേണ്ടത്. ഈ പേടി ഇല്ലാത്തത് കൊണ്ട്, പ്രതീക്ഷ ഉള്ളത് കൊണ്ടാണ് പലരും എസ് എൽ വെക്കാതെ താഴേക്ക് വരുന്നതിനനുസരിച്ച് മാക്സിമം താഴേക്ക് വെച്ച് വലിയ നഷ്ടത്തിൽ വരുന്നത്. അല്ലെങ്കിൽ എസ് എൽ അടിച്ച് കഴിഞ്ഞാൽ പിന്നെയും ട്രേഡ് എടുക്കുന്നത്, പിന്നെയും ട്രേഡ് എടുക്കും, പിന്നെ അതേ ഡയറക്ഷനിലേക്ക് തന്നെ അങ്ങനെ ട്രേഡ് എടുത്തുകൊണ്ടിരിക്കുന്നത് എന്താ വെച്ചാൽ ഈ ഒരു പ്രതീക്ഷ ഉള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പം ഈ ഒരു ചിന്തയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അത് പെട്ടെന്ന് കട്ട് ചെയ്യുകയും അടുത്ത അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയും അപ്പോൾ ചെയ്യുകയും ചെയ്യും, അല്ല? പിന്നെ ശരിക്കും ഈ പ്രതീക്ഷ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഓവർ ട്രേഡ് ചെയ്ത് എസ് എൽ അടിച്ചാലും ട്രേഡ് ചെയ്യുമ്പോൾ പിന്നീട് നമ്മൾ മാർക്കറ്റ് ടൈം കഴിയുമ്പോൾ നിങ്ങൾ ഇത് നോക്കണം. നിങ്ങളുടെ ഈ എന്താ പറയുക, എൻട്രി എടുത്തതൊക്കെ നോക്കുമ്പോൾ കാണാം, എന്തിനാ ഞാൻ അവിടെ എൻട്രി എടുത്തത്, ഒരു ചാൻസും ഇല്ലല്ലോ, എൻ്റെ സ്ട്രാറ്റജി പ്രകാരം അല്ലല്ലോ അവിടെ എൻട്രി എന്നൊക്കെ ആയിരിക്കും നമുക്ക് പിന്നെ തോന്നുന്നത്. അതായത് ഞാനിപ്പോൾ എന്തിനായിരിക്കും അവിടെ എൻട്രി എടുത്തതെന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കും. ഒരുപാട് എൻട്രി ഉണ്ടാവും, ഏതൊക്കെയോ ഏരിയകളിൽ എൻട്രി ഉണ്ടാവും. അത് ചില ആളുകൾ മാർക്കറ്റ് ടൈം കഴിഞ്ഞാലും വിശകലനം ചെയ്യുന്ന ആളുകൾക്ക് ഇത് കാണാനും കഴിയുള്ളൂ കേട്ടോ. ഇത് വിശകലനം ചെയ്യാത്ത ആളുകളാണ് കുറേ. കാരണം ഇന്ന് നഷ്ടം വന്നിട്ട് ഞാൻ ഇതിലേക്ക് നോക്കണ്ട, അടച്ചു വെക്കാമെന്ന് വിചാരിച്ച് പോകുന്ന ആളുകൾ ഇതൊന്നും മനസ്സിലാവില്ല. ഇനിയിപ്പോൾ കറക്റ്റായിട്ട് ഇത് വൈകുന്നേരം വിശകലനം ചെയ്യുന്ന ഒരാൾ നാളെ തിരുത്തൊന്നുമില്ല. നാളെയും പുള്ളിയുടെ മൈൻഡ് ചിലപ്പോൾ ഇപ്പോഴും ലോസ് വരുമ്പോൾ പ്രതീക്ഷയും ലാഭം വരുമ്പോൾ പേടിയും തന്നെയാണ്. ലാഭം വരുമ്പോൾ പേടിയല്ല, പ്രതീക്ഷ ഉണ്ടായിട്ട് മാക്സിമം പ്രോഫിറ്റ് വരെ വെയിറ്റ് ചെയ്യാനുള്ള ആ ഒരു സ്കില്ലാണല്ലോ ശരിക്കും വേണ്ടത്. അപ്പം നമ്മുടെ ചിന്ത ഇതിൽ ഏതാണ് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ചിന്ത എത്തരത്തിലാണ് ആവേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞ ഈ സാധനം തന്നെയാണ്. നമ്മൾ സിമ്പിളാണ്. ഒരു ട്രേഡ് ലാഭത്തിലാകുമ്പോൾ കോൺഫിഡൻസും, നഷ്ടത്തിലാകുമ്പോൾ പേടിയും നമുക്ക് ഉണ്ടോയെന്ന് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യുക, അത്തരത്തിലുള്ള മൈൻഡ് സെറ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. പല ആളുകൾക്കും അങ്ങനെ ഉണ്ടാവും, പക്ഷേ ഇല്ലാത്ത ആളുകൾ, ഈ ഒരു മൈൻഡ് സെറ്റ് ഇല്ലാത്ത ആളുകൾ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക. കാരണം അതിന് വേണ്ടിയിട്ട് ശ്രമിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ എന്താ പറയുക, പേപ്പർ ട്രേഡിൽ ആദ്യം നടക്കുകയുള്ളൂ. അതുപോലെ ചെറിയ എമൗണ്ടിലൊക്കെ വെച്ച് ചെയ്യുന്നവർക്ക് അത് നടക്കുകയുള്ളൂ. പേപ്പർ ട്രേഡിലും ചെറിയ എമൗണ്ടിലൊക്കെ വെച്ചിട്ട് ഈ ഒരു മൈൻഡ് സെറ്റിലേക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ
കുറേയൊക്കെ നമുക്ക് ഡിസിപ്ലിൻഡ് ട്രേഡർ ആവാനും പ്രോഫിറ്റബിൾ ആവാനുള്ള ഒരു പ്രോബബിലിറ്റി ഉണ്ട്. എല്ലാ മാസവും ട്രേഡിങ്ങിൽ പ്രോഫിറ്റബിൾ ആവും ഞാൻ ഒരിക്കലും പറയാറില്ല. നമുക്ക് എന്നാലും ഒരു ഓവറോൾ നോക്കുമ്പം ഒരു നല്ലൊരു പ്രോഫിറ്റബിൾ ട്രേഡർ മൈൻഡ് സെറ്റിലേക്ക് എത്താൻ പറ്റും. ഇത്രയേ ഉള്ളൂ സംഭവം ചിന്ത. ആ ഒരു ചിന്ത വളർത്തിയെടുക്കാൻ എല്ലാവരും ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കണ്ടൻറ്റുകൾ ഇനിയും ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. താങ്ക് യു. ബൈ.